ഹലോ ഗൈസ്, നമ്മളെ പുതിയ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങാണ്. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. ഒരു മണിക്കൂറിന് 5.55. ഇതൊരു ദുനിയാവുണ്ട്. നിങ്ങൾക്ക് ആ എയർപോർട്ടിൻ്റെ ഉൾഭാഗത്ത് കയറി ചെല്ലുന്നിടത്തുണ്ട് ഒരു അക്വേറിയം, അത് കാണാം. ഓക്കെ, ഇത് അടയാളങ്ങളുണ്ട് കേട്ടോ. ഇതിന് ഇത് മെസ്സി, പിന്നെ ഇത് സി ആണ്, അപ്പുറത്ത് ബി ഉണ്ട്, അങ്ങനെ ഓരോ ഉണ്ട്. അത് ബി സെക്ഷനാണ്. കാരണം എവിടെ വണ്ടി നിർത്തിയതെന്ന് പിന്നെ അറിയില്ല. വണ്ടി നിർത്തിയത് എവിടെയാന്ന് ചോദിച്ചങ്ങാണ്ട് ഓരോരുത്തർ ഇങ്ങനെ തെണ്ടി നടക്കൂടെ. അപ്പോൾ അത്രക്കും വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഓക്കെ, ഹാജിമാർ വന്നിറങ്ങണ ഉംറാജിമാരുണ്ടോ, ഉംറക്ക് വരുന്ന സംഘങ്ങളാണ്. ഇതൊക്കെ മിസ്രികളാണ്. ഉംറക്ക് വരുന്ന ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെയാണ് അതിൻ്റെ ബസ് പാർക്കിങ്. ഇതിൻ്റെ മുകളിൽ ഇത് റോഡാട്ടോ. ഇതെങ്ങനെ റോഡുണ്ട്, ഇതിൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്യും. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടാണ്. അതിമനോഹരമായിട്ട് ഇവിടെ ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ട്, കാണാം. ടാക്സികളുണ്ടോ വന്നിങ്ങനെ വരി നിൽക്കണം. ഉംറ ഗ്രൂപ്പുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കുള്ളിലേക്ക് പോവാം. അപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു ഉൾഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാർത്ത പറഞ്ഞ അക്വേറിയം. ഈ ജാതി വലിപ്പമില്ല, എല്ലാ ഐറ്റം മീനുണ്ട് ഇതിൽ മാസത്തിൽ 2 മാസം കൂടുമ്പോഴായിട്ട് തോന്നുന്ന പിന്നെ മുങ്ങൽ വിദഗ്ധരിറങ്ങലുണ്ട് ഇതിൽ. അത് കാണാൻ ഭയങ്കര രസമാണ്. ഈ ഗ്ലാസ് ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ, അതിലെന്തെങ്കിലും മീനുകൾക്ക് വല്ലതും പറ്റിയിരിക്കണമെങ്കിൽ അത് നോക്കാൻ. കടലിലൊക്കെ മെയിൻ വിദഗ്ധന്മാരിറങ്ങണ മാതിരി ഒരു സംഭവമാണ്. 2 ഭാഗവും എസ്കുലേറ്റർ, ഇതും താഴത്തേക്ക്. അപ്പോൾ മോൾക്കയിൽ ആ മോൾക്ക് അപ്പുറത്ത് ലിഫ്റ്റ് കേട്ടോ. കാണാം. Laut.